ഹലോ ഫ്രണ്ട്സ്, ജിൻസി വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളായിട്ടൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ബുക്കും കുട്ടികൾക്ക് എന്താ പറയുക കിറ്റൊക്കെ വാങ്ങേണ്ട കാരണം ഞാൻ അവിടെ നിന്ന് വേഗം പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂരിൻ്റെ മനോഹാരിതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാടാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഈ വീഡിയോയിലൂടെ തൃശ്ശൂർ കണ്ടോളൂ. ഒരുവിധ ആളുകളും തൃശ്ശൂർ കണ്ടിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരമൊക്കെ ഫേമസ് അല്ലേ. പൂരപ്പറമ്പാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്താറായിട്ടുള്ളത് ഇനി പാർക്കിൻ്റെ മുന്നിലാണ്. തൃശ്ശൂർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം. കണ്ടോ, ഇപ്പോൾ പാർക്ക് കോവിഡ് വന്നപ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ അടച്ചിട്ടേക്കാണ് കുറേ നാളായിട്ട്. പിന്നെ അതിന് മുന്നും കുറേ നാളിത് പാർക്ക് അടച്ചിട്ടിരുന്നു കേട്ടോ. കുറേ റിപ്പയറിങ് ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ കേട് വന്നിട്ടേ. ഇപ്പൊക്കെ എല്ലാതും ശരിയാക്കി. അപ്പോഴാണ് നമ്മുടെ ലോകത്ത് എന്താ പറയുക അങ്ങനെ ഒരു മഹാമാരി വന്നത്. ഇപ്പം ഇനി അതൊക്കെ മാറട്ടെ ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തുറക്കുമായിരിക്കും. പിന്നെന്താണ്, അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ബസ്സിലൊക്കെ വെച്ച് ഈ വീഡിയോ എടുക്കുമ്പോഴേ ബസ്സിൻ്റെ കമ്പിയും കാണും, ചില്ലും കാണും. ബസ് ഓടുന്നതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഫോണും ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം ഞാൻ പിടിക്കും. അത് കഴിഞ്ഞാൽ മൂത്ത മോനുണ്ട്. മോൻ പറയും, അമ്മ ഞാൻ ഇത്തിരി നേരം കാഴ്ചകളൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ പിടിച്ചു. എന്നെ സഹായിച്ചത് അവനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഗോപ്രോ എന്ന് പറഞ്ഞ ആ ക്യാമറ ഇല്ല, അതാണ് വേണ്ടത്. ഇത് അമ്പലത്തിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. ശരിക്കും അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. എന്നാലും തൃശ്ശൂരാണ്, അത്ര എനിക്കറിയാം റൗണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നത് ശരിക്കും മുനിസിപ്പലിലാണ്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എത്ര ആളുകളാണെന്നറിയോ വിശ്രമിക്കാനൊക്കെ ആയിട്ടൊരു 4 മണി ഒക്കെ തൊട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. നല്ല അടിപൊളി സ്ഥലമല്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പൂരങ്ങളുടെ നാടാണ് ശരിക്കും പറഞ്ഞ, ഒരു വെടികെട്ട് നാട്. പിന്നെ എന്താണ്, നല്ല പച്ചപ്പും നല്ല പ്രകൃതി ഭംഗിയും പ്രകൃതി രമണീയമായ ഞങ്ങളുടെ തൃശ്ശൂർ നാട് കാണാത്തവരൊക്കെ എല്ലാവരും കണ്ടോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, പെട്ടെന്നാണ് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂരത്തെ പുത്തമ്പള്ളി, അതുപോലെ തന്നെ വടക്കുന്നാഥ അമ്പലം, പാറമേക്കാവ്, അങ്ങനെയുള്ള എല്ലാതും നമ്മൾ പിടിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 10,000 രൂപ പോലീസ് പിഴ തരും. കാരണം കുട്ടികളുണ്ട്, കുട്ടികളെയും കൊണ്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഞാനാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇനി ബസ് കാത്ത് നിൽക്കുകയാണ്. കല്ലൂർ ബസ് കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ചിലപ്പോൾ ഒരു 2 മണിക്കൂർ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരുവിധ ആളുകൾക്കും വണ്ടിയുണ്ട്. വണ്ടി ഇപ്പോൾ പെണ്ണുങ്ങളായാലും ഒരുവിധം സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവരാണ്. കാരണം ആ കുഗ്രാമത്തിലേക്ക് ഇടയ്ക്ക് എപ്പോഴും ബസ്സൊന്നും ഉണ്ടാവില്ല. സൺഡേ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ. അപ്പം എൻ്റെ മോനാണ് മൊബൈൽ പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് കാണിക്കുന്നത്. ഇപ്പോൾ ചെറിയ മോനെയാണ് കണ്ടത്. ഇപ്പോൾ അത് ഈ കട എന്ന് പറഞ്ഞാൽ കേരളയുടെയാണ്. തൃശ്ശൂരിൽ നല്ല അടിപൊളി നമ്പർ 1 കട എന്ന് വേണമെങ്കിലും പറയാം. നല്ലൊരു ഫാൻസി കടയാണ്. ലക്ഷങ്ങളുടെ കച്ചവടമാണ് അവിടെ ഉണ്ടാവുക. ഒരു ചെറിയൊരു റൂമാണ്, ഭയങ്കര തിരക്കുള്ള കട. ഇപ്പോൾ കണ്ടില്ലേ. പിന്നെ അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. എന്നാലും ഞാൻ പിള്ളേരോട് പറഞ്ഞു ബാക്കിക്ക് നിന്നോ, നിങ്ങളെ കാണണ്ട, ഞാൻ വീഡിയോ എടുത്തോളാം. അവിടെ എന്തൊക്കെയോ ഒരു പ്രസംഗം സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് പോലീസ് ജീപ്പും പോലീസ് വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നത്. പിന്നെ പിങ്ക് പോലീസും ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ തൃശ്ശൂർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തമായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിലൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ ഏതാ കുറേ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഏത് ബസ്സാണെന്നൊന്നും അറിയില്ല. നമുക്കിപ്പോൾ കല്ലൂർ ബസ്സാണ്. കല്ലൂർ ബസ് എളുപ്പത്തിലൊന്നും വരില്ല. 1 മണിക്കൂറിൻ്റെ ഡിഫറൻസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് നമ്മുടെ ശക്തൻ എത്താറായിട്ട്. ശക്തൻ സ്റ്റാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ? കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിയെന്നാൽ ഞാനും ഒരു ദിവസം ഇങ്ങനെ പോയി വ്ളോഗ് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടിയിലിരുന്ന് ചെയ്യുമ്പോഴേ എളുപ്പമല്ല കേട്ടോ. കിടക്കടാന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനും ആടും, എൻ്റെ മോനും ആടും, ഫോണും ആടും. അപ്പം ഞാൻ പറയും മോനോട്, നമ്മളാടിയാലും കുഴപ്പമില്ല, നമ്മളെ ഫോൺ അങ്ങോട്ട് താഴെ പോകരുത് കേട്ടോ. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വകുപ്പില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ശക്തൻ സ്റ്റാൻഡാണ് കേട്ടോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശക്തൻ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടാം. തൃപ്രയാർ, ചാവക്കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. തൃപ്രയാർ ക്ഷേത്രം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ആ ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടുക. ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഗോപ്രോണിലല്ല അങ്ങനെ ആ ക്യാമറയില്ലേ അത്രയും ക്ലാരിറ്റി ഉള്ളത്, അതിലൊക്കെയാണ് ആളുകൾ ഇങ്ങനെ കാഴ്ചകൾ പകർത്തുക. ശരിക്കും എന്താ ഭംഗി. ഇതിപ്പോൾ നമ്മുടെ ചെറിയൊരു ഫോണിൽ ബസ്സിൽ ഇരുന്നിട്ടല്ല എടുക്കണേ, അപ്പം അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്, അത്രയും പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ തൃശ്ശൂരത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ. നല്ല നല്ല ബിൽഡിങ്ങുകളും അതുപോലെ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണാം. അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള വീടുകൾ കുറേ കണ്ടു. അപ്പം എൻ്റെ മോൻ പറയണേ, അമ്മ എന്തൊരു ഭംഗിയാല വീടുകൾ കാണാനല്ലേന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ അത്ര ഭംഗി തോന്നില്ലേ. പക്ഷെ നമ്മൾ മൊബൈലിൽ പകർത്തിയിട്ട് ഓരോ വീടുകളും കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ സീരിയലിൻ്റെ ലൊക്കേഷനൊക്കെ ആളുകൾ ഇങ്ങനെയുള്ള വീടുകളാണ് സെലക്ട് ചെയ്യുക. നമ്മൾ ചെറിയൊരു ആർട്ടിസ്റ്റായ കാരണം എല്ലാവരും പറയാറുണ്ട്, നല്ല അടിപൊളി വീടുകൾ, നല്ല പച്ചപ്പൊക്കെയുള്ള വീടുകളല്ല അങ്ങനെ സെലക്ട് ചെയ്യുക. അങ്ങനെ പിന്നെ എന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡ്രൈവർ ചേട്ടൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഞങ്ങളും ഫോണ് തപ്പ അടിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, വ്ളോഗൊക്കെ ചെയ്യണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമാണ്, ഫേസ് കാണിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ മൊബൈൽ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനിയൊരു ട്രൈപോഡൊക്കെ വാങ്ങണം, എന്നിട്ട് വേണം നല്ല നല്ല വ്ളോഗുകളൊക്കെ ഇനിയും കൂടുതലായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള നാട് തന്നെയാണ് കേട്ടോ തൃശ്ശൂർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുത്തമ്പള്ളി ഉൾപ്പെടുത്തണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് സെൻറ്റ് ജോസഫ്സ് സ്കൂളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു എല്ലാവരും പഠിക്കുന്ന നല്ലൊരു സ്കൂളാണ്. ഗേൾസാണ് അവിടെ, ബോയ്സ് ഇല്ല. പിന്നെ ഇപ്പോൾ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള വീടുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ നമുക്കറിയാം തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല പൂരങ്ങളുടെ നാടാണ്, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. തൃശ്ശൂരുകാരുടെ സംസാരം തന്നെ കേൾക്കാനായിട്ട് ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ, ചേച്ചി സംസാരം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ, നമ്മൾ തൃശ്ശൂരുകാരല്ല. ഇത്തിരി സൂപ്പർ ഫാസ്റ്റാണെന്ന് തോന്നുന്നു. മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ചിലപ്പോൾ തിരുവനന്തപുരം തൊട്ട് അങ്ങനെയുള്ള ജില്ലക്കാരൊക്കെ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കും ഇതെന്തുട്ടപ്പോൾ അത് പറഞ്ഞത്, അങ്ങനെയൊക്കെ വിചാരിക്കും. എന്താണ് തൃശ്ശൂർ പൂരം കാണാത്തവരായിട്ട് കുറവ് ആളുകളുണ്ടാവുള്ളൂ. കൂടുതൽ ആളുകളും മറ്റുള്ള ജില്ലകളിൽ നിന്നും തൃശ്ശൂർ പൂരമൊക്കെ കാണാനായിട്ട് വന്നിട്ടുള്ള ആളുകളാവൂല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ചെറിയൊരു പാട്ട് പാടാം. ആന കറുത്തതാണ്, ആനയുടെ കൊമ്പ് വെളുത്തതാണ്, ആനയുടെ പിന്നാലെ പോയാലോ തൃശ്ശൂരെത്താലോ, ആലേലോ പുല്ലേലോ ആലേ പുല്ലേലോ. അപ്പം ഞാൻ തൃശ്ശൂരുകാരിയല്ലേ, ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ, ഇത്തിരി അഹങ്കാരമൊക്കെ ആവാമല്ലേ. അങ്ങനെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അല്ല പിന്നെ നമ്മളൊക്കെ നല്ല നല്ല യൂട്യൂബർമാരാണ്. നല്ല നല്ല വലിയ യൂട്യൂബറൊക്കെ ആകും ഇന്നല്ലെങ്കിൽ നാളെ. അതിൻ്റെ ഓട്ടത്തിലല്ല എല്ലാവരും, അതിൻ്റെ ഒപ്പം ഞാനും ഓടാണ്. പിന്നെ ഇത്രയും നേരം സംസാരിച്ചത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കരുത്, എന്തെങ്കിലുമൊക്കെ കലപില്ലാന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. ഇപ്പോൾ ഈ ബസ്സിലാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യും കാലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, എന്നെ കാണുന്നില്ല. അപ്പോൾ ഇപ്പുറത്ത് ഇവിടെ കുരിയച്ചറ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് ജോസഫ്സ് ചർച്ച്. അപ്പോൾ അതേ പള്ളിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എടുക്കാൻ സാധിച്ചിട്ടില്ല, എന്നാലും സെൻറ്റ് ജോസഫ്സ് ചർച്ചാണ് കേട്ടോ. കുരിയച്ചറയാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ, അതായത് ഒല്ലൂർ ആമ്പല്ലൂരൊക്കെ കേട്ടിട്ടില്ലേ, ആ റൂട്ട്. അപ്പോൾ കുരിയച്ചിറയ്ക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചിയ്യാരോ ഒല്ലൂരൊക്കെ വരുന്നത്. അപ്പോൾ റോഡല്ലേ, കുറേ വണ്ടികളും കടകളും അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ വാഹനങ്ങളെയൊക്കെ കാണാം. അതുപോലെ നല്ല നല്ല സുന്ദരന്മാരായ ചേച്ചിമാരും ചേട്ടന്മാരെയൊക്കെ ഇടയ്ക്ക് എല്ലാവർക്കും കാണാം. നല്ല കാഴ്ചകളാണ്. അങ്ങനെ എൻ്റെ ചാനലിലൂടെ ഇപ്പോൾ തൃശ്ശൂരത്തെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അങ്ങനെ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടട്ടെ അല്ലേ. അങ്ങനെയൊക്കെയല്ലേ, അവർക്കും അഭിനയിക്കണ്ടേ. നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒക്കെ നല്ല ക്ലിക്കായി വരുമ്പോൾ കർത്താവ് ഇതാരിപ്പോൾ എടുത്ത വീഡിയോ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. അല്ല പിന്നെ അങ്ങനെയൊക്കെ അവർക്ക് ഒരവസരം ഉണ്ടാവട്ടെ. നല്ല നല്ല ഭംഗിയുള്ള വീടുകൾ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫോണിൽ പിടിച്ചപ്പോഴാണ് ഇത്രയും ഭംഗി തോന്നണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീരിയൽ സിനിമ ആൽബം ലൊക്കേഷനൊക്കെ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീടുകളാണ്. ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നല്ല ബോഗൺവില്ല, അതുപോലെ തന്നെ പലതരം പൂക്കൾ, അതുപോലെ ചെടികളൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, സൂപ്പർ എന്ന് പറയില്ലേ അതുപോലെ. റോഡ് സൈഡല്ല, പിന്നെ അല്ല എങ്ങനെ എന്താ പറയുക, പൂക്കളൊക്കെ ആയാലും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. പിന്നെ നിറയെ തെങ്ങും പറമ്പുകളും അതിൻ്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നല്ല നല്ല അടിപൊളി വീടുകൾ. പിന്നെ എല്ലാ വീടുകളിലും ചെടിത്തോട്ടം നിർബന്ധമായിട്ടും ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. മിക്ക വീടുകളിലും ഞാൻ കാണാറുണ്ട്
ചെടിത്തോട്ടം. അപ്പോൾ ചെടികളെ ഇഷ്ടമുള്ളവരാവും ചെടിത്തോട്ടം ഇതേപോലെ. അതുപോലെ നോക്കും വേണം, വെള്ളം വേണം. നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളൊക്കെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ ചെറിയ വ്ളോഗാണോ അല്ല, 17 മിനിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ലെങ്തിയാണ്. എന്നാലും എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. പിന്നെ ചെറിയ കുറ്റങ്ങളും കുറവുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബസ്സിലിരുന്നിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബസ്സിൻ്റെ കമ്പിയും അതേപോലെ ബസ്സിലിരുന്നിട്ട് ഞാനും മൊബൈലൊക്കെ ഇടയ്ക്ക് ഇളകുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഡ്രൈവർ ചേട്ടൻ ഓരോ ബ്രേക്ക് ഇടുമ്പോഴും നമ്മളവിടെ ഡുണ്ടും അങ്ങനെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഇനി അപ്പോൾ ഇത്രയും നേരം ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ എന്ത് ചെയ്യണം, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ കൊച്ചു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്ത എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടാലും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഞാൻ നോക്കുമ്പോഴേ കമൻസൊക്കെ 150 130 ഉള്ളിടത്ത് ലൈക്ക് ചിലപ്പോൾ 40 50. അപ്പം ഞാൻ വിചാരിക്കും, കർത്താവേ ലൈക്ക് ചെയ്യാൻ എന്താ അത്ര ബുദ്ധിമുട്ടുണ്ടോ? കമൻ്റ് ഇടാനല്ലേ കുറച്ച് നീട്ടം വേണ്ടത്. പക്ഷേ ലൈക്ക് ചെയ്യാൻ എനിക്ക് തോന്നണേ എന്താണോ, പിസ്കന്മാരും പിസ്കത്തികളാണോ നമ്മൾ, അറിയില്ല. കമൻസാണ് കൂടുതൽ, ലൈക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നല്ലവരായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. ഭാഗ്യം എവിടെ ഇരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ വീഡിയോയും വൈറലായാലോ, അത് കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് വിറയലും വരും. പിന്നെ അപ്പോൾ ശരി, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ ഇനി എല്ലാവരും നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട് കേട്ടോ. അതെത്തുമ്പോൾ ഇനി ഞാനൊന്ന് പറയാം.